am പ്രയോഗങ്ങൾ. I am പ്രയോഗങ്ങളിലെ confusion is never ending. Today it's about I am usages. So today we're going to try a lot of I am usages. I am Surya. You are? But you can tell me I am your name. Hello Surya. I am ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ I am tired. I am angry. I am happy. I am exhausted എന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷീണിച്ചു എന്ന്. I am irritated. I am blank. എൻ്റെ മനസ്സിലൊന്നും വരുന്നില്ല. I am confused. I am nervous. Also, I am fine. I am good. Thank you. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വിശപ്പ്, ഇതിൻ്റെ ഗുണം എന്താ അറിയാമോ? ഈ I am പ്രയോഗങ്ങളുടെ ഇത് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാം. വലിയ സംഭവമേ അല്ല. നമുക്ക് വോളണ്ടിയർലി അങ്ങോട്ട് പറയാം, ഐ എം ടയേർഡ്, വെറുതെ വീട്ടിലിരിക്കുമ്പോൾ. ഐ എം എക്സോസ്റ്റഡ്, ഐ എം സ്ലീപ്പി എന്നൊക്കെ. ഓർ യു കെൻ ഓൾസോ സേ ഐ എം നെർവസ്. നമ്മൾ ഈ പറഞ്ഞ സീക്വൻസിൽ. പിന്നെ നമുക്ക് എന്നുമുള്ളൊരു കാര്യമാണല്ലോ വിശപ്പും ദാഹവും. അപ്പോൾ നമുക്കറിയാം ഐ എം തേഴ്സ്റ്റി, ഐ എം ഹംഗ്രി, ഐ എം സ്റ്റാർവിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് വിശന്നിട്ട് വയ്യ. ഇത് ട്രൈ ചെയ്യോ? ഐ എം സ്റ്റാർവിങ്. STARVING. ഐ എം സ്റ്റാർവിങ്. ഐ എം സ്റ്റാർവിങ്. ഐ എം ഹംഗ്രി പറഞ്ഞു. ഐ എം ആംഗ്രി നമ്മൾ നേരത്തെ പറഞ്ഞു. സോ ദിസ് ഇസ് അബൌട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക്. ഇനിയുണ്ടല്ലോ നമുക്ക് കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ് ഉപയോഗിച്ചായും പറയാം. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞില്ല ഐ എം ടയർഡ്. ഐ എം റിയലി ടയർഡ്. ഐ എം സോ ടയർഡ്. അല്ലെങ്കിൽ ഐ എം എക്സ്ട്രീംലി ഡിസപ്പോയിൻറ്റഡ്. വല്ലാണ്ട് ഡിസപ്പോയിൻറ്റഡ് ആണ്. ഐ എം സൂപ്പർ ഹംഗ്രി. ഐ എം ടെറിബിളി ഹംഗ്രി. ഐ എം സോ ഹംഗ്രി. ഐ എം റിയലി ആംഗ്രി. അത് നമുക്കറിയാം അല്ലേ? ഐ എം റിയലി ആംഗ്രി. സോ നമുക്ക് കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സിൻ്റെ കൂടെയും ഐ എം ഉപയോഗിക്കാം. പിന്നെ ഉണ്ടല്ലോ ഐ എമ്മിൻ്റെ കൂടെ ഇൻ ചേർത്ത് നമ്മൾ ഉപയോഗിക്കും. അതെന്തിനാണെന്നറിയാമോ? ഏതെങ്കിലും ഒരു ഫിസിക്കൽ ലൊക്കേഷനിൽ എത്തുമ്പോൾ. സോ യു വിൽ സേ ഐ എം ഇൻ ദ സിനിമ, ഐ എം ഇൻ ദ മോൾ, ഐ എം ഇൻ ദ കാർ, ഐ എം ഇൻ ദ റൂം, ഐ എം ഇൻ ദ ഹോട്ടൽ. സോ ഒരു സ്ഥലത്താണെങ്കിൽ ഐ എം ഇൻ ചേർത്താണ് നമ്മൾ പറയുക. ഇൻ, ഓൺ, ഇൻ, അണ്ടർ, ബൈ എന്ന് പറഞ്ഞൊരു ലെസൺ നമ്മൾ ചെയ്തില്ലേ? അതുപോലെ ഇൻ ഒരു സ്ഥലത്താണെങ്കിൽ, ഒരു ഫിസിക്കൽ ലൊക്കേഷനിലാണെങ്കിൽ ഐ എം ഇൻ എ പ്ലേസ്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഐ എം സൂര്യ. എൻ്റെ വിശപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ എം ഹംഗ്രി. ഡിസ്ക്രിപ്റ്റീവ് വേർഡ് അഡ്ജക്റ്റീവ് ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ പറയാം ഐ എം റിയലി ഹംഗ്രി. ആൻഡ് ഞാൻ എവിടെയാണ്? ഐ എം ഇൻ ദ ഹോട്ടൽ. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഐ എം അറ്റ് ഉപയോഗിച്ച് പറയാം. അപ്പോൾ നമുക്ക് പറയാം ഐ എം അറ്റ് ദ ഗ്രോസേഴ്സ്. ഐ എം ഇൻ ദ ഗ്രോസേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രോസേഴ്സിൻ്റെ ഉള്ളിലാണെന്ന്, ഗ്രോസറി ഞാൻ സൂപ്പർ മാർക്കറ്റിനുള്ളിലാണെന്ന്. ഐ എം അറ്റ് ദ പാർക്ക് എന്ന് പറയാം. ഐ എം അറ്റ് ദ ഡോക്ടേഴ്സ് ഓഫീസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഐ എം അറ്റ് ദ ഡോക്ടേഴ്സ് സർജറി എന്ന് പറയാം. ഈ ചില സ്ഥലത്ത് നമുക്ക് ഇന്നും ഉപയോഗിക്കാം, അറ്റും ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ഐ എം അറ്റ് ദ മോൾ എന്നും പറയാം. ഐ എം ഇൻ ദ മോൾ എന്ന് മാത്രമല്ല. ഐ എം ഇൻ ദ പാർക്ക് എന്നും പറയാം. ഐ എം അറ്റ് ദ പാർക്ക് എന്നും പറയാം. ഐ എം ഇൻ ദ ഗ്രോസർ. ഗ്രോസർ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന ചെറിയ കടയാണ്. ഇൻ ദ ഗ്രോസർ എന്നും പറയാം, ഗ്രോസേഴ്സ് എന്നും പറയാം, അല്ലെങ്കിൽ ഗ്രോസറി, അല്ലെങ്കിൽ ഐ എം അറ്റ് ദ ഗ്രോസറി എന്നും പറയാം. സോ ചിലയിടത്ത് നമുക്ക് ഇന്നും അറ്റും ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് മാറ്റി മാറ്റി ഉപയോഗിക്കാം. പക്ഷേ ഐ എം ഇൻ ദ കാർ എന്ന് പറയത്തുള്ളൂ. ഐ എം അറ്റ് ദ കാർ എന്ന് നമ്മൾ പറയത്തില്ല. ക്ലിയർ ആയില്ലേ? ഐ എം അറ്റ് ദി എയർപോർട്ട് എന്നും പറയാം, ഐ എം ഇൻ ദി എയർപോർട്ട് എന്നും പറയാം. പക്ഷേ നമ്മൾ ഐ എം അറ്റ് ദി എയർപോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഐ എം അറ്റ് ദി എയർപോർട്ട്, ഐ ഹവ് കം ഹിയർ ടു പിക്ക് സമ്മൺ. ഇൻ ജനറൽ പറയാം. എയർപോർട്ടിനുള്ളിൽ കയറുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്യാം, ഐ എം ഇൻ ദി എയർപോർട്ട്. എന്നിട്ട് ചില സ്ഥലത്ത് ഇത് ഇച്ചിരി കൺഫ്യൂസിങ് ആയിരിക്കും. ബട്ട് ജനറലി ഇന്നും അറ്റും മോസ്റ്റ് സ്ഥലത്ത് നമുക്ക് ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ ഇൻസൈഡ് ലൊക്കേഷൻ ആണെങ്കിൽ ഐ എം ഇൻ ദ കാർ, ഐ എം ഇൻ ദ ട്രെയിൻ, ഐ എം ഇൻ ദ ബസ്, ഐ എം ഇൻ ദി എയർപ്ലെയിൻ, അവിടെയൊന്നും നമ്മൾ അറ്റ് ഉപയോഗിക്കത്തില്ല.
പിന്നെ I am-ഉം on-ഉം ചേർത്ത് എങ്ങനെ പറയും? ഞാൻ പെട്ടെന്ന് ഫോണിലാണെങ്കിൽ ഞാൻ പറയും don't talk now, I'm on the phone. പിന്നെ I'm on the bus എന്നും പറയാം. I'm on the bus which is coming. I'm in the bus എന്ന് പറഞ്ഞാൽ ബസ്സിനുള്ളിൽ ഇരിക്കുകയാണ്. Where are you? I'm on the bus. ആ ബസ് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ബസ്സിൽ ഉണ്ട് ഞാൻ എന്ന പ്രയോഗമാണ്. പിന്നെ നമുക്ക് പറയാം I'm on the way, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ I'm on my way, ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയും I'm on ഉപയോഗിക്കുമ്പോൾ ഈ വാചകങ്ങളൊക്കെ നമ്മൾ കൂടുതലും ഉപയോഗിക്കുക. ഇനി നമുക്ക് I am-ഉം good-ഉം കൂടി ചേർത്ത് എങ്ങനെ പറയാം? I am good in something അല്ലെങ്കിൽ I am bad in something എന്ന് പറയണമെങ്കിൽ നമുക്ക് പറയാം I am good in painting, I am good in reading, I am good in dancing, I am good in cooking, good in singing. മനസ്സിലായില്ലേ? Or you can say I am bad in singing, I am bad in cooking, I am bad in dancing. എന്ത് വേണമെങ്കിലും പറയാം. ഈ ഗുഡിനും ബാഡിനും പകരം നമുക്ക് ടെറിബിൾ എന്നും പറയാം. I'm terrible in singing, or you can say I am a terrible singer, I am a terrible dancer. So നമുക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്ത് നമുക്ക് I am ഉപയോഗിക്കാം. I am texting. ഞാനൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും പറയാം I am texting, I am eating my lunch, I am combing my hair, I am thinking, I am exercising, I am typing an email, I am cooking. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലും നമുക്ക് I am പറയാം. അവിടെയൊന്നും അറ്റും ഇന്നും ഒന്നും ഉപയോഗിക്കത്തില്ല കേട്ടോ. അങ്ങനെയാണ് പലപ്പോഴും ഞാൻ കൺഫ്യൂസ്ഡ് ആവുന്നത് കണ്ടിട്ടുള്ളത്. സോ യു കൻ ജസ്റ്റ് ജനറലി സേ ദാറ്റ് I am പിന്നെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി. I'm getting engaged, I'm getting married, I'm getting tired, I think I'm getting a cold, I'm getting a toothache, I'm getting a job, I'm getting a house എന്ന് പറയത്തില്ല, I'm buying a house എന്നേ പറയത്തുള്ളൂ. I am buying ആണെങ്കിൽ നമുക്ക് പറയാം I am buying grocery, അല്ലെങ്കിൽ I am buying some toothpaste, I am buying a chair, I am buying some furniture. That's quite a lot of I am usages. I am usages are pretty simple and it is so much there in our day-to-day life. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് I am usages. I am usagesൽ നമ്മൾ ഒരുപാട് തെറ്റും വരുത്താറുണ്ട്. സോ ഇന്ന് നമ്മൾ ഉപയോഗിച്ച I am usages ഇല്ലേ, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ആവശ്യം അല്ലെങ്കിൽ അനുയോജ്യം അല്ലെങ്കിൽ ഉപയോഗിക്കാമെന്ന് തോന്നുന്ന ഒരു പിടി I am usages എഴുതി വെക്കുക. ആൻഡ് യു ഹാവ് ടു റിയലി ട്രൈ യൂസിങ് ദീസ്. I am hungry, I am angry, I am really excited, I am awesome. അങ്ങനെ നമുക്ക് നമ്മളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയുണ്ട്. മാത്രമല്ല ഈ I am usages നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷനിലും അത്യാവശ്യം ഹാൻഡി ആയിട്ട് വരുന്ന ഒന്നാണ്. സോ will you try using I am usages? I am going to wait to hear from you. I am going to see how many of you are going to leave comments saying that you are going to use I am usages. And tell me if you have a favorite I am usage, what that would be. Keep watching Surya Simple English. We make English super simple. And video ishtamayengil like, subscribe and share keto. Please share if you think you like the video. And there are so many videos in Surya Simple English. And also follow me on Instagram. I'm going to go now.